അനാമിക ദേവ്യാനയുടെ കംപ്ലീറ്റ് കാര്യങ്ങൾ നോക്കുന്നുണ്ട്. ചായ കുടിക്കുന്നതും ജ്യൂസ് കൊടുക്കുന്നതും കുളിച്ചതിന് ശേഷം അവളെ തലതോർത്ത് വിടുന്നത്, അങ്ങനെ അവളുടെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് അനാമികയാണ് കേട്ടോ. അങ്ങനെ അനാമികയ്ക്ക് റെസ്റ്റില നല്ല പണി തന്നെയാണ്. ദേവ്യാനിനെ നടത്തിക്കുകയും അതുപോലെ എല്ലാ കാര്യങ്ങളും അവൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒരു അവസരത്തില് അവൾ അമ്മയോട് വിളിച്ചിട്ട് പറയുന്നുണ്ട്, ഞാൻ മടുത്തു, സഹിച്ച് എനിക്കിനി വയ്യ എന്നൊക്കെ പറയുമ്പോ അവളുടെ അമ്മ പറയാണ്, അയ്യോ മോളെ അങ്ങനെയൊന്നും പറയല്ലേ, ചേച്ചിക്ക് ഇപ്പോ നിന്നോട് നല്ല കാര്യാ, നീ തന്നെ ആലോചിച്ച് നോക്കിയേ, മറ്റുള്ളവരുള്ള വെറുപ്പ് കൂടി മോളുള്ള സ്നേഹം കൂടുമ്പോളേ അവക്ക് കിട്ടാനുള്ളതും കൂടി മോക്ക് തരുമോളെ, ഒന്ന് ശ്രമിച്ചു നോക്ക് എന്നൊക്കെ പറയുന്നുണ്ട്. ശരി അമ്മയെന്ന് പറയുമ്പോഴേക്കും ദേവേനെ അങ്ങോട്ടേക്ക് കടന്നു വരുന്നത് നമ്മൾ കണ്ടതാണല്ലോ. അങ്ങനെ ദേവേനി പറയുന്നുണ്ട്, എന്താ മോളെ ആരെ സഹിക്കുന്ന കാര്യമാണ് എന്നൊക്കെ ചോദിക്കാണ്. അത് പിന്നെ അനിയുടെ കാര്യം പറഞ്ഞതാ വല്യമ്മേ, എന്നെ ഒട്ടും സ്നേഹമില്ല, എനിക്ക് സഹിച്ച് ഞാൻ ജീവിക്കാന്നൊക്കെ പറയുമ്പോ ദേവേനി പറയുന്നുണ്ട്, മോളെ ജീവിതം വിട്ടിട്ടെറിഞ്ഞു പോവാൻ നല്ല എളുപ്പമാ, പക്ഷെ അതൊക്കെ മനസ്സിലാക്കി കൂടിച്ചേർന്ന് ജീവിക്കാൻ വലിയ പാടാ. എന്റെ മോള് പോയാല് മറ്റവസരം കാത്തൂടെ പലളുമാരും നിപ്പുണ്ട്. അതുകൊണ്ട് തന്നെ മോൾ ഒരിക്കലും അനിയെ വിട്ടിട്ട് പോകുന്ന കാര്യം മാത്രം ഓർക്കരുത്. ഇത് നിനക്ക് കിട്ടിയ വലിയൊരു അവസര, അത് തട്ടിയെടുക്കാൻ പലരും വരും എന്നൊക്കെ പറഞ്ഞിട്ട് ദേവയാനി അവളോട് പറയുന്നുണ്ട്. അങ്ങനെ അനാമിക ഇങ്ങനെ അവളുടെ എല്ലാ കാര്യങ്ങളും നോക്കുകയും പറക്കൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞു പോവാണ് കേട്ടോ. അങ്ങനെ അനാമിക നോക്കി ശരിക്കും അനാമിക മടുക്കുന്നുണ്ട്. അവളെ നടുവിനൊക്കെ നല്ല പെയിൻ ആവുന്നുണ്ട് കേട്ടോ. ഇവളെ പിടിച്ചിങ്ങനെ പൊക്കിയും പിടിച്ച് ചാരി ഇരുത്തൊക്കെ ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്ത് പണിയൊന്നും ചെയ്യാതിരിക്കുകയായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ബോഡിയൊക്കെ അനങ്ങിയപ്പോൾ നല്ല പെയിൻ ആവുന്നുണ്ട്. അങ്ങനെ അവളുടെ അമ്മ വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ അമ്മ വരുന്ന സമയത്ത്, എന്റെ പൊന്നമ്മേ അമ്മ 2 ദിവസം കൂടെ നിൽക്കുക, എനിക്ക് തീരെ വയ്യ, ഞാൻ മടുത്തു, അവരെ നോക്കി ഞാൻ മടുത്തു. അയ്യോ അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ മോളെ, എനിക്ക് വീട്ടിൽ പോകണ്ടേ, അവിടെ അച്ഛനില്ലേ? പിന്നെ അച്ഛൻ തന്നെ ഉണ്ടാക്കി കഴിക്കുന്നൊക്കെ അല്ലേ, എനിക്കറിയാമല്ലോ അച്ഛന്റെ കാര്യമൊക്കെ. പിന്നെ അമ്മ അങ്ങനെ കള്ളത്തൊന്നും പറയണ്ട, അമ്മയ്ക്ക് ഇവിടെ നിൽക്കാൻ മടിയായിട്ടല്ലേ? അയ്യോ എന്റെ പൊന്നു മോളെ, അതുകൊണ്ടല്ല, അമ്മയ്ക്ക് വീട്ടിൽ പോയി നിൽക്കണ്ടേ, പിന്നെ ഇവിടെ എപ്പോഴും നിന്നാലും മോശമല്ലേ? എത്ര തവണ എത്ര ദിവസം അമ്മയോട് നിൽക്കുന്നു, അതിനിപ്പോ എന്താ കുഴപ്പം? മോളെ അതല്ല മോളെ, വീട്ടിൽ പോയില്ലെങ്കിൽ ശരിയാവില്ല, എനിക്കറിയാം, അമ്മ മുങ്ങാനുള്ള പരിപാടിയല്ലേ? അയ്യോ അല്ല മോളെ, സത്യമായിട്ടും അല്ല, മുങ്ങാൻ എന്തിനാ അമ്മ നോക്കണേ എന്ന് പറയുന്നുണ്ട്. എന്നാ ശരി, ഇനി എനിക്ക് നിന്നത് സ്വർണ്ണോ പണോ ഒന്നും അമ്മയ്ക്ക് ഞാൻ തരില്ല, എല്ലാം എനിക്ക് തന്നെ വേണം എന്ന് പറയുന്നുണ്ട്. അയ്യോ മോളെ ചതിക്കല്ലേ എന്ന് പറയുമ്പം, ഓഹോ അപ്പൊ പൈസ വേണോ അല്ലേ, എങ്കിൽ ഇവിടെ നിന്നേ പറ്റുള്ളൂ എന്ന് പറയാണ്. അങ്ങനെ രേവതി അവളുടെ ഭർത്താവിനെ വിളിക്കുന്നുണ്ട്. വിളിച്ചിട്ട് പറയാണ്, ഇന്നതുപോലെ നിങ്ങളുടെ മകള് പറഞ്ഞിരിക്കുക, ഞാൻ എന്താ ചെയ്യണ്ടേ, എനിക്കെങ്ങും വയ്യ അവരെ ശുശ്രൂഷിക്കാനൊന്നും. ഇവിടെ ഇപ്പൊ ആ നയന എന്ന് പറഞ്ഞാൽ മറ്റവളില്ല, അതുകൊണ്ട് നല്ല പണിയായിരിക്കും, എനിക്ക് വയ്യ ഇവിടെ കിടന്ന് പണി ചെയ്യാൻ. അപ്പോഴേക്കും വേണു പറയുന്നുണ്ട്, കുറച്ച് അടുക്കളപ്പണിയും കുറച്ച് അവളെ ശുശ്രൂഷിക്കുകയൊക്കെ ചെയ്താലുണ്ടല്ലോ നമുക്ക് കിട്ടാൻ പോകുന്നത് കോടികളാ. ആ കോടികൾ നിന്റെ മനസ്സിലേക്ക് തെളിഞ്ഞു വരുമ്പോഴേ ആ കഷ്ടപ്പാടൊക്കെ ഒന്നും ഇല്ലാതാവും. നിന്റെ മോളോട് ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി വെക്ക്, എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്ന ജോലിയാണെങ്കിൽ എപ്പോഴും ചെയ്തേനെ. നിങ്ങള് കിട്ടുന്നതിനെ കുറിച്ച് ആലോചിച്ച് നോക്ക്, എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയാലേ ഒന്നുമില്ലാതെ വെറും കൈയോടെ അവിടെ നിന്ന് ഇറങ്ങേണ്ടി വരും. കടങ്ങാറ മുമ്പിൽ പോയി നാണം കെട്ട് തലകുണിച്ച് പെരുവഴിയിൽ ഇറങ്ങി പിച്ചിറങ്ങേണ്ടി വരും. ഒന്ന് ആലോചിച്ച് നോക്ക്, അതിലും സുഖകരമായ ഏർപ്പാടല്ലേ ഇത് എന്ന് പറയുന്നുണ്ട്. നിങ്ങൾക്ക് അവിടെ നിന്ന് അങ്ങനെ പറഞ്ഞാൽ മതി, ജോലി ഇത് പാടെ ഞങ്ങൾക്കറിയാം, ഇവിടെ കുറച്ചു വല്ല ആൾക്കാരുമാണോ, എന്തുമാത്രം ഉണ്ടാക്കണം നിങ്ങൾക്ക് അറിയാവോ എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് രേവതി ഫോൺ കട്ടാക്കുന്നുണ്ട്. അങ്ങനെ അനാമിക എല്ലാ കാര്യങ്ങളും രേവതി ഏൽപ്പിക്കുകയാണ്. എന്നിട്ട് ദേവിയോട് പറയുന്നുണ്ട്, അമ്മയ്ക്ക് ഒരേ നിർബന്ധം, വെല്ലിമ്മയെ കാണണം, വെല്ലിമ്മയെ ഒന്ന് ശുശ്രൂഷിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെയാ അമ്മ ഇങ്ങോട്ടേക്ക് വന്നേ. അയ്യോ അതൊന്നും വേണ്ട, ഇവിടെ ഇത്രയും പേരില്ലേ രേവതി, എന്നെ നോക്കാൻ ഇതാ ജാനകിയുണ്ട്, അനാമിക മോളുണ്ട്. അപ്പോഴേക്കും അനാമിക പറയാണ്, സാരയില്ല വെല്ലിമ്മേ, എങ്കിലും അമ്മയ്ക്ക് വലിയൊരാഗ്രഹ. അപ്പോഴേക്കും രേവതി, അതെ എനിക്ക് ഭയങ്കര ആഗ്രഹം ചേച്ചിയെ നോക്കാൻ, അതുകൊണ്ട് ഞാൻ ചേച്ചിയെ നോക്കിക്കോളാം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ രേവതി അവിടെ കിടന്ന് നല്ല വണ്ണം പണിയെടുക്കുന്നുണ്ട് കേട്ടോ. ദേവിയുടെ ഡ്രസ്സൊക്കെ വാഷ് ചെയ്യുകയും ദേവിയാനെ കുളിപ്പിച്ചൊക്കെ വന്നു കഴിയുമ്പോൾ അവളുടെ തല തോർത്തണം, അവളുടെ ഫുഡ് കൊടുക്കണം, മരുന്ന് കൊടുക്കണം, അങ്ങനെ അവളുടെ കംപ്ലീറ്റ് കാര്യങ്ങൾ നോക്കാണ്. അങ്ങനെ രേവതി അതിനുശേഷം ജാനകി ആണെങ്കിൽ കിച്ചണിലേക്ക് പോയി ജാനകി സഹായിക്കാന്നൊക്കെ പറയുമ്പോഴേക്കും രേവതി അങ്ങനെ സഹായിക്കാന്ന് പറയാണ്. അപ്പോഴേക്കും ജാനകി നല്ല ചിമിട്ടം പണി തന്നെ രേവതിക്ക് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ജലജ അവളെ കിട്ടിയ അവസരം എന്ന് ഓർത്തുകൊണ്ട് നല്ല പണി കൊടുക്കാണ് കേട്ടോ. അങ്ങനെ രേവതി പണിയെടുത്ത് രേവതിയുടെ നടു ഒടിഞ്ഞു പോവാണ് കേട്ടോ. അതും കഴിഞ്ഞിട്ട് കേറുകളായിരിക്കും ദേവേനെ പറഞ്ഞത്. അത് പിന്നെ രേവതി പറഞ്ഞെന്ന് തോന്നരുത്, ഈ മുറി ആകെ ഡസ്റ്റായിട്ട് കിടക്കുക, എങ്ങനെ കിടന്നാൽ എനിക്ക് ഇൻഫെക്ഷൻ ഉണ്ടാവും, ഒന്ന് തുടച്ചിടുവോ എന്ന് ചോദിക്കുന്നുണ്ട്. അയ്യോ അതിനെന്താ ചേച്ചി എന്നും പറഞ്ഞിട്ട് താഴേക്ക് പോവാണ്. പോയിട്ട് അനാമികയോട് പറയുന്നുണ്ട്, ഡി ഒരു ബക്കറ്റ് വെള്ളവും മോപ്പുമായിട്ടെ മേലോട്ട് ചെന്ന് അവർ മുടിയൊന്ന് തുടച്ചു കൊടുത്തേരെ. അമ്മേ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് വയ്യ, ഇവിടുന്ന് കിട്ടുന്ന സ്വർണവും പണമൊക്കെ അമ്മ
അമ്മയ്ക്ക് വേണമെങ്കിൽ അമ്മ ചെയ്താൽ മതി, അല്ലെങ്കിൽ ഇപ്പൊ തന്നെ വിട്ടോ. ഓ നാശം, ഞാൻ മടുത്തു എന്നും പറഞ്ഞിട്ട് രേവതി വീണ്ടും മോപ്പും ബക്കറ്റും ഒക്കെ ആയിട്ട് പോയി താറ് തുടയ്ക്കാൻ വേണ്ടി പോവാണ്. അങ്ങനെ അവിടെ ചെന്ന് തറ തുടയ്ക്കുന്നുണ്ട് കേട്ടോ. തറയൊക്കെ തുടച്ചു കഴിഞ്ഞ് എന്നാ ശരി ചേച്ചി ഞാൻ പോവാണെന്ന് പറയുമ്പം അത് രേവതി ആ ബാത്റൂം കൂടെ ഒന്ന് വാഷ് ചെയ്തിടാന് ജാനകിയോടൊന്ന് പറയുവാൻ ചോദിക്കാണ്. ശരി ഞാൻ പറഞ്ഞേക്കാന്നും പറഞ്ഞിട്ട് അവള് താഴേക്ക് ഇറങ്ങിപ്പോയിട്ട് ജാനകിയോട് പറയുന്നുണ്ട്. ജാനകി, ഞാൻ ദേവാൻ ചേച്ചിയുടെ മുറിയൊക്കെ തുടച്ചിട്ടു, ചേച്ചി പറയാ ആ ബാത്റൂം കൂടെ ഒന്ന് വാഷ് ചെയ്ത് കൊടുക്കാൻ ജാനകിയോട് പറയാൻ പറഞ്ഞെന്ന് പറയുമ്പോഴേക്ക് ജാനകി പറയാണ്, അയ്യോ രേവതി, ഇതാ ഞാനിവിടെ കുക്കിംഗ് ചെയ്തോണ്ടിരിക്കാം, ഇനി ഉച്ചക്കത്തിനുള്ള എല്ലാം റെഡിയാവണം, പാത്രം കഴുകണം, ഒരുപാട് ജോലിയുണ്ട്, അത് പിന്നെ അനാമികമോടൊന്ന് പറയുമെന്ന് ചോദിക്കാണ്. അപ്പോഴേക്ക് രേവതി മനസ്സിലോർക്കാണ്, അവളോട് പറഞ്ഞ അവൾ തീർച്ചയായിട്ടും എന്നെ തന്നെ പറഞ്ഞയക്കും, അതുകൊണ്ട് ഒരു നിവൃത്തിയില്ല, പോയി കക്കൂസ് കഴിയേക്കാം എന്നും പറഞ്ഞിട്ട് അവൾ നേരെ പോയിട്ട് കക്കൂസ് കഴുകാൻ കേട്ടോ. ആ ഒരു സീനൊക്കെ കാണാൻ നല്ല രസമാണ്. അങ്ങനെ രേവതി കക്കൂസൊക്കെ കഴിയതിനു ശേഷം എന്നാ ശരി ചേച്ചി ഞാൻ പോവാണെന്ന് പറഞ്ഞിട്ട് താഴേക്ക് പോകുന്നുണ്ട്. അങ്ങനെ നടുകൂടിഞ്ഞ് പോയി സെറ്റിലിങ്ങനെ അതിനുശേഷം മേളിലേക്ക് കയറുന്ന സെറ്റിലിങ്ങനെ അവിടെ ഇരിക്കാൻ കേട്ടോ. ഈ സമയത്ത് അനാമിക അങ്ങോട്ട് ഫോണിൽ ഞോണ്ടി വരുന്നുണ്ട്. ഇത് കാണുമ്പോഴേക്ക് രേവതിക്ക് ദേഷ്യം വരുന്നുണ്ട്. ഞോണ്ടിക്കോടി, നന്നായിട്ട് ഞോണ്ടിക്കോ, അമ്മയെ ഇട്ടിട്ട് കഷ്ടപ്പെടുത്തിയിട്ട് ശരിക്കും ഇങ്ങനെ ഞോണ്ടിക്കോ, നിനക്ക് സമാധാനം പറയുമ്പോഴേക്കും അനാമിക പറയാണ്, എന്താ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നേ, അതെ സ്വർണവും പണമൊക്കെ വേണോ എങ്കിൽ ഇതൊക്കെ ചെയ്തേ പറ്റുള്ളൂ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും ഒരു ഗ്ലാസ് ജ്യൂസ് വേണമെന്ന് പറയാൻ വേണ്ടിയിട്ട് അനാമികയോട് പറയാൻ വേണ്ടിയിട്ട് ദേവയാനി മുറിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി വരികയായിരിക്കും. ഈ സമയത്താണ് ഇവരുടെ സംസാരം കേൾക്കുന്നത്. അനാമിക പറയാണ്, എന്റെ പൊന്നമ്മേ ആ തള്ളെ നോക്കാൻ എന്നെ കൊണ്ടങ്ങ് വയ്യ, ഞാൻ മടുത്തു, കുളിച്ചു കഴിയുമ്പോഴേക്കും അവർ താള് തോർത്തി കൊടുക്കണം, ജ്യൂസ് കൊടുക്കണം, മരുന്ന് കൊടുക്കണം, അവരെ നോർത്ത് ഇരുത്തണം, എന്നെ നടു പൊടിഞ്ഞു, എനിക്കങ്ങ് വയ്യ അവരെ നോക്കാനായിട്ട്. രേവതി പറയാണ്, അച്ഛൻ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ, അവളിപ്പോ ഇല്ലാത്ത സമയത്ത് അവളെ മാക്സിമം അവളെ വെറുപ്പിക്കുകയാണെങ്കിലേ അവൾക്ക് കിട്ടുന്ന കൂടി നിനക്ക് കിട്ടും, സ്വർണം പണമൊക്കെ ഇഷ്ടം പോലെ കിട്ടും, അതുകൊണ്ട് അതൊക്കെ കൊണ്ട് സുഖിച്ച് ജീവിക്കാം, ആ ഒരു ഓർമ്മ വേണം, എന്നെ കൊണ്ട് മാത്രം നടക്കില്ല, ഞാനിപ്പോ തന്നെ അവരെ കക്കൂസൊക്കെ കഴുകി ഞാൻ മടുത്തു, കക്കൂസൊക്കെ വിളിച്ചിരിക്കുന്നു, നാണം കിട്ടവള് എന്നെ വിളിച്ചിരിക്കുന്നേ, അവക്കിട്ടുള്ള പണിയെ ഞാൻ കൊടുക്കുന്നുണ്ട്, ഇത്രയൊന്നും ആയാൽ പോരായിരുന്നു, ഇതിലപ്പുറം പണി അവക്കിട്ട് കൊടുക്കണമായിരുന്നു എന്നൊക്കെ പറയാണ്. ഇതൊക്കെ കേട്ട് ദേവയാനി ആകെപ്പാടെയൊന്ന് ഷോക്കടിച്ച് നിൽക്കാണ്. അപ്പോഴേക്കും അനാമിക പറയാണ്, മിണ്ടാതിരിക്ക്, ഇവിടെ എല്ലാവർക്കും നല്ല ചെവിയാ, ഇവിടുത്തെ മതിലേക്ക് പോലും ചെവി കാണും, എല്ലാം പറഞ്ഞൊക്കെ അവരെ കേൾക്കും, ഇവിടെ ഇങ്ങനെ തുറസായ സ്ഥലത്ത് നിന്നും സംസാരിക്കണ്ട, എപ്പോഴേലും സംസാരിക്കണം, നമുക്ക് മുറിയിൽ പോയി സംസാരിച്ചാൽ മതി എന്നൊക്കെ അനാമിക അവളോട് പറയുന്നുണ്ട്. എന്നാ ശരി നീ അങ്ങോട്ടേക്ക് പോ, എനിക്ക് വയ്യ, ഞാൻ കുറച്ച് വന്ന് റെസ്റ്റ് എടുക്കണമെന്ന് പറയുമ്പോ എന്നെ കൊണ്ട് വയ്യ, ആ തലയിലെ കീഴെ പോയിരുന്ന് എന്തെങ്കിലും വേണോ വലിയമ്മ വിളി സോപ്പിട്ടോണ്ടിരിക്കാന്, ഞാൻ എന്റെ മുറിയിലേക്ക് പോയി കിടക്കാൻ പോവാന്നും പറഞ്ഞിട്ട് അവൾ പോകുന്നുണ്ട്. അപ്പോഴേക്കും രേവതി ഓർക്കാണ്, ഈശ്വര എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോകാൻ പറ്റിയ മതിയായിരുന്നു പറഞ്ഞിട്ട് രേവതി അവിടുന്ന് വേണുവിനെ വിളിക്കുന്നുണ്ട്. വിളിച്ചിട്ട് പറയാണ്, എന്റെ പൊന്നേട്ടാ ഞാൻ മടുത്തു, എന്റെ നാടുമൊക്കെ ഒടിഞ്ഞു, ഞാൻ ഇവിടെ നിൽക്കുന്നില്ല, ഞാൻ അങ്ങോട്ടേക്ക് വരിക. വേണു പറഞ്ഞിട്ട്, എന്റെ പൊന്നെ രേവതി കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നീ ഒരു കാര്യം ചെയ്യ്, അനന്തപുരിലേക്കല്ലേ ഞാനൊരു സെർവന്റിനെ ഏർപ്പാടാക്കാം, അങ്ങനെ അങ്ങോട്ടേക്ക് കൊണ്ടുവരാം, അപ്പൊ നിങ്ങളുടെ പ്രശ്നം അങ്ങ് മാറും, അവര് പൈസ കൊടുത്തോളൂല്ലോ, അത് നല്ല ഐഡിയ, എത്രയും പെട്ടെന്ന് ഒരു സെർവന്റിനെ റെഡിയാക്കാൻ പറ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ ഈ സംഭവങ്ങളെല്ലാം നമ്മുടെ ദേവയാനി അവിടെ മാറുമെന്ന് കേൾക്കാണ്. അങ്ങനെ അവൾ ആകെപ്പാടെ വല്ലാണ്ടായി നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇതിന്റെ ബാക്കി സ്റ്റോറി അടുത്ത അപ്ലോഡ് ചെയ്യാട്ടോ.